ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ബൈബിളിലെ വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപാട് ഗ്രന്ഥം മനസ്സിലാക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അതിൽ ചക്രവർത്തി ആരാധന സൃഷ്ടിച്ച പ്രതിസന്ധിയാണ് നാം അവസാനം ചർച്ചാ വിഷയമാക്കിയത്. നാം കണ്ടു, യഹൂദ സമൂഹത്തിൻ്റെ ഭാഗമായി കരുതപ്പെട്ടിരുന്ന ക്രൈസ്തവർ ആ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം ചക്രവർത്തി ആരാധനയിൽ നിർബന്ധപൂർവം പങ്കുചേരാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു. അപ്പം അങ്ങനെ വന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന പ്രതിസന്ധികളെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുക. ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുക എന്ന് വിശ്വസിച്ചിരുന്ന ക്രൈസ്തവർക്ക് ചക്രവർത്തിയുടെ അമ്പലത്തിൽ പോയി ആ പ്രതിമയ്ക്ക് മുന്നിൽ പൂജകൾ അർപ്പിക്കുക എന്ന് പറയുന്നത് അചിന്തനീയമായിരുന്നു. ഇനി അവർ ചക്രവർത്തിയെ വണങ്ങുവാനായിട്ട് തയ്യാറായില്ല എങ്കിൽ അവർക്ക് സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? അവർ സാമ്രാജ്യ വിരോധികളായി പലരും തടവിലാക്കപ്പെട്ടു. സ്മിർണയിലെ സഭയ്ക്കുള്ള കത്തിൽ സാത്താൻ്റെ സിനഗോഗിനെക്കുറിച്ചും നിൻ്റെ ക്ലേശവും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു എന്നും നാം വായിക്കുന്നുണ്ട്. അത് ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് സിനഗോഗിന് സാത്താൻ്റെ സിനഗോഗ് എന്ന് അവർ വിളിച്ചത്? മിക്കവാറും സിനഗോഗിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടതിൻ്റെ ആ വിഷമം പ്രകടിപ്പിക്കാനായിരിക്കാം അവർ സിനഗോഗിനെ അങ്ങനെ വിളിക്കുന്നത്. ഇനി അവർക്കുണ്ടായിരുന്ന ആ ക്ലേശത്തെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ക്ലേശം എന്താണ്? തീർച്ചയായിട്ടും ചക്രവർത്തി ആരാധനയിൽ അവർ പങ്കുചേരാതിരുന്നപ്പോൾ അവരൊക്കെ പലരും തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ ക്ലേശങ്ങളിലൂടെ അവരൊക്കെ കടന്നു പോകേണ്ടി വന്നു. അവരുടെ മുന്നിലുണ്ടായിരുന്ന ആ പ്രതിസന്ധി ഇതായിരുന്നു: എങ്ങനെയാണ് ഈ അവസ്ഥയിൽ ഈ സമൂഹത്തിൽ ജീവിക്കുക? ഒന്നുകിൽ ചക്രവർത്തിയെ ദൈവമായിട്ട് വണങ്ങി അവർക്ക് സമൂഹത്തിൽ സമാധാനത്തോടെ നിലനിൽക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ ഇടയിലുണ്ടായിരുന്ന ചില പ്രവാചകർ, വ്യാജപ്രവാചകർ, അവരെക്കുറിച്ച് നമുക്ക് വീണ്ടും കാണാം. അവരൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ ആരാധിക്കുന്ന ഈ ദൈവങ്ങൾ അതൊക്കെ വെറും കല്ലും മണ്ണുമൊക്കെ ആയതിനാൽ ഉള്ളിൽ യേശുവിനോടുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞാൽ മതി എന്നവർ പറഞ്ഞു. അപ്പോൾ ഉള്ളിൽ യേശുവിനോടുള്ള വിശ്വാസം അവരേറ്റു പറയുക, എന്നിട്ട് ഈ ദേവതകളുടെ മുന്നിൽ ആരാധിക്കുക, പൂജകളൊക്കെ അർപ്പിക്കുക. അതായത് വിശ്വാസ ജീവിതത്തിൽ ഒത്തുതീർപ്പുകൾ നടത്തി ജീവൻ രക്ഷിക്കുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഒത്തുതീർപ്പുകൾ നടത്തി ജീവിതത്തിൽ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോവുക എന്ന് കരുതിയിരുന്ന ആ ക്രൈസ്തവ സമൂഹത്തെയാണ് വെളിപാട് വെല്ലുവിളിക്കുന്നത്. ചക്രവർത്തിയെ വണങ്ങിയാൽ സമൃദ്ധിയും സമാധാനമെല്ലാം കൈവരിക്കുവാൻ കഴിയുമെന്ന് കരുതിയിരുന്നവരെ യേശുവിനെ പ്രതി ദാരിദ്ര്യവും പീഡകളും മരണവും പുൽകാൻ വെളിപാട് ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ ക്രൈസ്തവരോട് വെളിപാട് പറയുന്ന കാര്യം ഇതാണ്: ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള സമർപ്പണം അത് യേശുവിനോട് മാത്രമായിരിക്കണം. യേശുവിനെ പ്രതി ജീവൻ ബലി കഴിക്കുവാൻ പോലും നിങ്ങൾ മടിക്കരുത്. ഇതാണ് വെളിപാട് ഗ്രന്ഥകാരൻ ഈ ക്രൈസ്തവരുടെ മുന്നിൽ വയ്ക്കുന്ന
വെല്ലുവിളി. ഇപ്പോൾ നമ്മൾ 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, അവർ ജീവിച്ചിരുന്ന ആ സമൂഹത്തിൽ വ്യാപകമായിരുന്ന വിജാതീയ മതവിശ്വാസങ്ങൾ, പിന്നെ അതുപോലെ അവിടെ ഉണ്ടായിരുന്ന തൊഴിൽ സംഘങ്ങൾ. മൂന്നാമത്, അന്ന് സാവധാനം വളർന്ന് രൂഢമൂലമായ ചക്രവർത്തി ആരാധന. ഇനി ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു കൂട്ടർ വ്യാജ പ്രവാചകരാണ്. അപ്പോൾ ഈ വ്യാജ പ്രവാചകരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ യേശുവിൻ്റെ പഠനങ്ങളിൽ നിന്ന് അകലുവാനായിട്ട് പ്രേരിപ്പിക്കുന്നവരാണ്. അപ്പോൾ യേശുവിൻ്റെ പഠനങ്ങളിൽ നിന്ന് അകലുക. അപ്പോൾ ജീവൻ ത്യജിച്ചും ക്രിസ്തുവിനെ പിൻചെല്ലേണ്ടതുണ്ടോ? അതാണ് ക്രൈസ്തവരൊക്കെ ചോദിച്ചിരുന്നൊരു ചോദ്യം. ആദ്യ നൂറ്റാണ്ടിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് കീഴിൽ ജീവിക്കുമ്പോൾ തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുമ്പോൾ കുറച്ച് ഒത്തുതീർപ്പുകളൊക്കെ നടത്തിയാലും പ്രശ്നമില്ലല്ലോ എന്ന് കരുതിയിരുന്നവർ. അപ്പോൾ അവരുടെ ഇടയിലേക്കാണ് ഈ വ്യാജ പ്രവാചകന്മാർ കടന്നു വന്നത്. ഇപ്പോൾ ഈ വ്യാജ പ്രവാചകരെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം അറിയേണ്ടത്, താത്വിക തലത്തിലുള്ള തെറ്റായ പ്രബോധനങ്ങളെക്കാൾ പ്രായോഗിക തലങ്ങളിലെ തെറ്റായ സമീപനങ്ങളാണ് ഇവിടെ കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ താത്വികമായിട്ട് തലങ്ങളിലുള്ള തെറ്റായിട്ട് പ്രബോധനങ്ങളായിരിക്കണമെന്നില്ല, കൂടുതലും പ്രായോഗിക തലങ്ങളിലുള്ള ചില കാര്യങ്ങൾ. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഒന്ന് വിശദമായിട്ട് കാണാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം തെറ്റും ശരിയും അനുഭവിച്ചറിയുന്നു, തെറ്റും ശരിയും. പക്ഷേ കുറച്ചുകൂടി നമ്മൾ ചുഴിഞ്ഞൊന്ന് നോക്കിയാൽ നമുക്കറിയാം 100% തെറ്റും 100% ശരിയും ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കമാണ്. നമ്മളൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളിലും തെറ്റും ശരിയുമൊക്കെ ഇടകലർന്ന് കിടക്കുന്നു. ഇനി തെറ്റും ശരിയുമൊക്കെ ഇടകലർന്ന് കിടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ശരിയുടെ പിന്നാലെ പോകുമ്പോൾ അതോടൊപ്പം കുറച്ച് തെറ്റായിട്ടുള്ള പ്രവണതകൾ കൂടി കടന്നു വരും. വളരെ നിർദോഷമായിട്ടുള്ള ചെറിയൊരു ഉദാഹരണം എടുക്കാം. നമ്മളൊക്കെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ നല്ല സ്കൂളുകൾ, കാരണം നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുക്കണം. നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല സ്കൂളുകൾ, കോളേജുകളൊക്കെ നമ്മൾ സ്ഥാപിക്കും. ഇനി അവിടെയൊക്കെ പഠിക്കണമെങ്കിൽ നല്ല സാമ്പത്തിക ഭാരമൊക്കെ ആളുകൾക്ക് ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ പാവപ്പെട്ട കുട്ടികൾ വരുമ്പോൾ അവരോടുള്ള സമീപനം എന്തായിരിക്കും? എല്ലാവരും പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് പാവങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മളൊക്കെ ചെറുതായിട്ടൊക്കെ അകലും. കണ്ടോ? അപ്പോൾ നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ പോലും ചെറിയ ആ തെറ്റുകൾ നമ്മൾ കൂടെ കൊണ്ട് നടക്കും. ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സൊക്കെ മരവിച്ച് നമ്മൾ ദരിദ്രരൊക്കെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചും എന്നൊക്കെ വരാം. അപ്പോൾ ഈ ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് വെളിപാട് ഗ്രന്ഥം പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റും ശരിയും പൂർണ്ണമായും നിങ്ങൾ വേർതിരിക്കുക. അപ്പോൾ തെറ്റും ശരിയും പൂർണ്ണമായിട്ടും വേർതിരിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ പിൻചെല്ലുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്പമെങ്കിലും തിന്മയുടെ പിന്നാലെ നമ്മൾ പോയാൽ അവസാനം നമ്മൾ യേശുവിൽ നിന്ന് അകലും എന്ന് വെളിപാട് പറയുന്നു. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് വെളിപാട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യാജപ്രവാചകർ ഒത്തുതീർപ്പിൻ്റെ സന്ദേശവുമായിട്ട് വരുമ്പോൾ വെളിപാട് അവർക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി രണ്ടാമത് ആ വെളിപാട് ചെയ്യുന്നത് തിന്മയുടെ വശീകരണങ്ങൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നു. തിന്മയുടെ വശീകരണങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ വെളിപാടെടുക്കുന്ന ഒരു സമീപനം
സാമ്പത്തികമായിട്ടുള്ള വ്യവസ്ഥിതികൾക്ക് എതിരെയുള്ള നിലപാടുകളാണ്. കാരണമുണ്ട്. അന്ന് റോമ സാമ്രാജ്യം വളരെ ശക്തമാണ്, വളരെ സമ്പന്നമാണ്. അപ്പോൾ ഈ സമ്പന്നതയിൽ അഭിരമിച്ച് ഇതിൻ്റെ പിന്നാലെ പോകുവാനായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള തൃഷ്ണ എല്ലാവരിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ വ്യവസ്ഥിതികളെ അംഗീകരിക്കുവാനായിട്ട് നമ്മളൊക്കെ ശ്രമിച്ചു എന്ന് വരാം. അപ്പോൾ ഈ ആഡംബരങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെന്താണ് ചെയ്യുന്നത്? ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ നിലപാടുകളെ കൂടി നമ്മൾ സ്വീകരിച്ചു എന്ന് വരാം. അപ്പോൾ ഈ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ വെളിപാട് ഗ്രന്ഥകാരൻ 17-ാം അധ്യായം വരുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള നിലപാട് എടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ റോമൻ സാമ്രാജ്യത്തിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ആ സമ്പത്തെല്ലാം അത് ആരുടെ സമ്പത്ത് പോലെയാണ്? വേശ്യയുടെ സമ്പത്ത് പോലെയാണ്. 17-ാം അധ്യായത്തിൽ വളരെ ശക്തമായ ഭാഷ ഇതിനു വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ സമ്പാദിച്ചു കൂട്ടുന്ന ആ സമ്പത്ത്, അതിനെക്കുറിച്ച് 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അന്തർദേശീയ വാണിജ്യത്തിലൂടെ കൈവരുന്ന സമ്പത്ത് ഇവിടെ വളരെ രൂക്ഷമായിട്ട് പരിഹസിക്കപ്പെടുന്നു നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ കുമിഞ്ഞുകൂടിയ സമ്പത്തെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നതും വെളിപാട് ഗ്രന്ഥകാരൻ അവിടെ വിവരിക്കുന്നു. അപ്പോൾ ധൂർത്തിൻ്റെ പര്യായമായിരുന്ന ബാബിലോണിൻ്റെ പതനം അത് യേശുവിൻ്റെ കുരിശിനെ ത്യജിച്ച് സുഖലോലുപതയുടെ പുറകെ പോകുന്നവരുടെ കണ്ണ് തുറപ്പിക്കുവാനായിട്ട് ഉദ്ദേശിച്ചുള്ളതാണ്. കുരിശിൽ മരിച്ച യേശുവിനെയാണ് നിങ്ങൾ പിൻചെല്ലുന്നത് എങ്കിൽ നിങ്ങൾ സമ്പത്തിൻ്റെ പിന്നാലെയല്ല പോകേണ്ടത്. ആ സമ്പത്ത് ആർജിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിന്മയുടെ പടുകുഴിയിൽ പെട്ടുപോകരുത് എന്ന് വെളിപാട് ഗ്രന്ഥകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആ സ്മരണയിലെ സഭയെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 3-ാം അധ്യായത്തിൽ 7-ാമതായിട്ട് സൂചിപ്പിക്കുന്നത് ലവോദിക്കയിലെ സഭയാണ്. ആ ലവോദിക്കയിലെ സഭ വളരെ സമ്പന്നമാണ്. പക്ഷേ ആ ലവോദിക്കയിലെ സഭയോട് ക്രിസ്തു പറയുന്നത് എന്താണ്? നീ ദരിദ്രയാണ് എന്നാണ്. അപ്പോഴിവിടെ വെളിപാട് ഗ്രന്ഥകാരൻ ചോദിക്കുന്ന ഇതാണ്, യഥാർത്ഥമായിട്ടുള്ള സമ്പത്ത് എവിടെയാണ് എന്ന് നിനക്ക് തിരിച്ചറിയുവാൻ സാധിക്കുമോ? അങ്ങനെ തിരിച്ചറിയുന്നവനാണ് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ. അപ്പം അങ്ങനെയെങ്കിൽ വെളിപാട് ഗ്രന്ഥകാരൻ എന്താണ് ചെയ്യുന്നത്? നമ്മുടെയൊക്കെ ജീവിതം യേശുവിൻ്റെ കണ്ണുകളിലൂടെ വിലയിരുത്തുവാനായിട്ട് ക്ഷണിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വ്യവസ്ഥകളെയും നമ്മൾ വിലയിരുത്തണം. ഇപ്പോൾ മനം മയക്കുന്ന ലൗകിക പ്രൗഢികളുടെ നശ്വരതയും കുരിശിലൂടെ യാഥാർത്ഥ്യമാകുന്ന ലോകത്തിൻ്റെ അനശ്വരതയും ഈ ഗ്രന്ഥകാരൻ വരച്ചു കാട്ടുന്നു. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാധന സമൂഹമാണ്, അഥവാ വായനക്കാരാണ്. നമ്മളിവിടെ വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് തീരുമാനമെടുക്കുവാനായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഈ വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ യുദ്ധത്തിനുള്ള അണിയൊരുക്കങ്ങളൊക്കെ കാണുന്നില്ലേ? വളരെ ഭീഭത്സങ്ങളായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നില്ലേ? അതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഒരു കാര്യം നാം അറിയുക, ഇത് തിന്മയ്ക്കെതിരെ എന്നും തുടരുന്ന യുദ്ധമാണ്. ഇതിൽ പങ്കുചേരാത്ത ആരുമില്ല. ഒരു വശത്ത് റോമ സാമ്രാജ്യവും അത് പ്രതിനിധാനം ചെയ്യുന്ന ശക്തികളും വ്യവസ്ഥിതികളും, മറുവശത്ത് വെള്ളക്കുതിരപ്പുറത്തേറി വരുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുന്ന 1,44,000 പേരും. വെളിപാട് ഗ്രന്ഥകാരൻ ചോദിക്കുന്നു, നിങ്ങൾ ആരുടെ കൂടെയാണ്? അങ്ങനെയെങ്കിൽ ഈ വെളിപാട് ഗ്രന്ഥം അത് എന്നെക്കുറിച്ചുള്ള, എൻ്റെ സമർപ്പണത്തെക്കുറിച്ചുള്ള, യേശുവിന് ഞാൻ നൽകുന്ന ആ സമർപ്പണത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ്.
അപ്പോൾ വെളിപാട് വായിക്കുമ്പോൾ നാം ആരെയാണ് കാണുന്നത്? നമ്മെ തന്നെയാണ് നാം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെളിപാട് ഗ്രന്ഥം എന്നിൽ വളരെ അസ്വസ്ഥത ഉളവാക്കിയെന്ന് വരാം. പക്ഷേ അതൊരു വെല്ലുവിളിയാണ്, എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന വെല്ലുവിളിയാണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ വെളിപാടിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇനി ഈ വെളിപാട് ഗ്രന്ഥം മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ വെളിപാടിൻ്റെ രചനാ ശൈലികളിലേക്ക് നാം ഒന്ന് കടക്കുകയാണ്. നമുക്കറിയാം, ഒരു കൃതി നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ അതേത് ശൈലിയിൽ രചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കവിതയാണെങ്കിൽ ആ കവിത എന്നിൽ ഉണർത്തുന്ന ആ വികാരങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരു ജീവചരിത്രമാണെങ്കിലോ, അപ്പോൾ ഞാൻ അതിലുള്ള കാര്യങ്ങൾ വസ്തുതാപരമാണോ എന്ന് അന്വേഷിക്കും. ഇനി ഒരു നോവലാണെങ്കിലോ അതിൽ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കണമെന്നില്ല. അപ്പോൾ ഓരോ കൃതിയുടെയും അതിൻ്റെ രചനാശൈലി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി വെളിപാട് ഗ്രന്ഥത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഇപ്പോൾ വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലരും പറയാറുണ്ട്, ഇത് ലോകാവസാനത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ്. അങ്ങനെയാണല്ലോ വെളിപാട് ഗ്രന്ഥം പൊതുവെ അറിയപ്പെടുന്നത്. ഇനി 1-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവനും ഈ പ്രവചനത്തിലെ വാക്കുകൾ, അങ്ങനെയെങ്കിൽ ഇതൊരു പ്രവചന ഗ്രന്ഥമാണോ? ഇനി 2-3 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് സഭകൾക്കുള്ള കത്തുകളാണ്. അങ്ങനെയെങ്കിൽ കത്തുകളുടെ ശൈലി ഇതിലുണ്ടോ? വെളിപാടിൽ നമ്മൾ നോക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള ശൈലികൾ, വെളിപാടിൽ നമ്മൾ നോക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള ശൈലികളുടെ സ്വാധീനം കാണുവാനായിട്ട് സാധിക്കും. വളരെ പ്രധാനമായിട്ട് അപ്പോക്കലിപ്റ്റിക് പ്രവാചക ആരാധനാ ഘടകങ്ങൾ വെളിപാടിൻ്റെ വ്യാഖ്യാനത്തിൽ നിർണായകമാണ്. അതുകൊണ്ട് നാം ഇനി ഈ 3 ഘടകങ്ങളെക്കുറിച്ച് അല്പം വിശദമായിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോക്കലിപ്റ്റിക് ശൈലിയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് വെളിപാട് എന്നാണ് നാം സാധാരണ പറയുക. ഗ്രീക്ക് ഭാഷയിൽ അപ്പോക്കലിപ്സിസ് എന്ന പദത്തിലാണ് ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ. അപ്പോക്കലിപ്സിസ്, അതിൽ നിന്നാണ് അപ്പോക്കലിപ്റ്റിക് എന്ന ആ പേര് തന്നെ വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വെളിപാട് ഗ്രന്ഥം മനസ്സിലാക്കുവാനായിട്ട് ഈ അപ്പോക്കലിപ്റ്റിക് ശൈലി എന്തെന്ന് നാം അറിയേണ്ടതുണ്ട്. ഈ അപ്പോക്കലിപ്റ്റിക് ശൈലി ആധുനിക മനുഷ്യന് അപരിചിതമാണെങ്കിലും ഈ ദർശനത്തിൻ്റെ സ്വാധീനം എല്ലാ കാലങ്ങളിലും ഉണ്ട് എന്ന് വേണം പറയാനായിട്ട്. ഇനി ഇതിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം നമ്മൾ കാണുന്നത് യഹൂദ സാഹിത്യത്തിലാണ്. അതുപോലെ തന്നെ പേർഷ്യൻ, ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ രചനകളിലും ഈ അപ്പോക്കലിപ്റ്റിക്കിന് സമാനമായിട്ടുള്ള ശൈലികൾ കാണുവാനായിട്ട് സാധിക്കും. യഹൂദ പാരമ്പര്യത്തിൽ BC 300-നും AD 200-നും ഇടയ്ക്കാണ് അപ്പോക്കലിപ്റ്റിക് പ്രസ്ഥാനങ്ങൾ തഴച്ച് വളരുന്നത്. പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവാചകൻ്റെ ആ പുസ്തകം അപ്പോക്കലിപ്റ്റിക് ശൈലിയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. അത് കാനോനിക ഗ്രന്ഥങ്ങളിൽ പെടുന്ന ഒരു പുസ്തകം. അതുപോലെ തന്നെ പഴയ നിയമത്തിലുള്ള ചില പുസ്തകങ്ങളിൽ അപ്പോക്കലിപ്റ്റിക് സ്വാധീനമുള്ള ചില അധ്യായങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. ഇനി കൂടുതലും കാനോനിക വിഭാഗത്തിൽപ്പെടാത്ത ക്രൈസ്തവ പാരമ്പര്യത്തിലെയും യഹൂദ പാരമ്പര്യത്തിലെയും നിരവധി ഗ്രന്ഥങ്ങൾ ഈ അപ്പോക്കലിപ്റ്റിക് ശൈലിയിൽ
രചിക്കപ്പെട്ടതായിട്ട് ഉണ്ട്. ഇവയൊക്കെ പലപ്പോഴും നമ്മൾ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ എന്നാണ് വിളിക്കുക. ഉദാഹരണത്തിന് ബാറൂക്കിൻ്റെ ചില ഗ്രന്ഥങ്ങൾ, ഏനോക്കിൻ്റെ ഗ്രന്ഥം, 4 എസ്ര, അബ്രാഹത്തിൻ്റെ വിൽപ്പത്രം തുടങ്ങി ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഈ ഒരു ശൈലിയിൽ രചിക്കപ്പെട്ടതായിട്ട് ഉണ്ട്. ഇനി അപ്പോക്കലിപ്റ്റിക് ആ ശൈലിയുടെ ആ സാഹിത്യ രൂപങ്ങളുടെയൊക്കെ പശ്ചാത്തലം എന്തെന്ന് നമുക്ക് കാണാം. കൈത്താങ്ങായി ഒന്നും അവശേഷിക്കാത്ത വിധം ജീവിതം പ്രശ്നസങ്കീർണമായ പശ്ചാത്തലത്തിലാണ് അപ്പോക്കലിപ്റ്റിക് ചിന്താഗതികൾ, പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട് തങ്ങൾക്ക് ഒരാശ്രയവും എങ്ങും ഇല്ല എന്ന് തോന്നുന്ന ആ നിമിഷങ്ങളിൽ രൂപപ്പെട്ട ചില പ്രസ്ഥാനങ്ങൾ, ചില മനോഭാവങ്ങൾ. ഇസ്രായേലിൽ ഇത് BC 587 ശേഷമാണ് ഇത് സാവധാനം മുളച്ചു തുടങ്ങുന്നത്. നമുക്കറിയാം BC 587 ജെറുസലം ദേവാലയം തകർക്കപ്പെടുന്നത്. ഇപ്പോൾ ജെറുസലം ദേവാലയം തകർക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇസ്രായേൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്നു ജെറുസലം ദേവാലയം. ജെറുസലം ദേവാലയവും അതുപോലെ തന്നെ ദാവീദിൻ്റെ രാജവംശവും. 587 ഈ ജെറുസലം ദേവാലയം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരുടെ മതവിശ്വാസത്തിൻ്റെ അടിത്തറ തന്നെയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇല്ലാതായത്. അതോടൊപ്പം തന്നെ ദാവീദിൻ്റെ രാജവംശവും ഉന്മൂലനം ചെയ്യപ്പെട്ടു. അനേകർ പ്രവാസികളായിട്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. ഈ ബാബിലോണിലേക്ക് കൊണ്ടുപോയപ്പെട്ടവരിൽ ആ സമൂഹത്തിലുണ്ടായിരുന്ന പ്രമാണിമാരും ഒക്കെ ഉൾപ്പെടുന്നു. അപ്പോൾ ജീവിതത്തിൽ അവരുടെ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ അവർ വളരെ പ്രധാനപ്പെട്ടതെന്ന് കരുതിയിരുന്ന പലതും അത് ഇല്ലാതായപ്പോൾ അവർ ചോദിച്ച ചോദ്യം, തങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവം തങ്ങളുടെ കൂടെയുണ്ടോ? ഇനി തങ്ങളെയെല്ലാം തകർത്ത് തരിപ്പണമാക്കിയ ഈ രാജാവിനെതിരെ എങ്ങനെയാണ് ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നത്? അപ്പോൾ എല്ലാം തകർന്നു എന്ന് കരുതിയ ആ നിമിഷത്തിൽ നിരാശയുടെ പടുകുഴിയിലേക്ക് നിപതിക്കുന്ന വേളയിൽ ജീവിതത്തിൽ പ്രത്യാശയുടെ തിരുനാളം തെളിക്കുവാനായിട്ട് നടത്തുന്ന ശ്രമങ്ങളാണ് ഈ അപ്പോക്കലിപ്റ്റിക് ചിന്താഗതിയിൽ നമ്മൾ കാണുന്നത്. ഈ കഷ്ടതകൾക്ക് മുന്നിൽ ദൈവം കൈപിടിച്ച് നടത്തിയിരുന്നുവെന്ന് അഭിമാനിച്ചിരുന്ന ഇസ്രായേൽ നടത്തുന്ന വിചിന്തനങ്ങളും വിശ്വാസ പ്രഖ്യാപനങ്ങളും അപ്പോക്കലിപ്റ്റിക് രചനകളിൽ ഉണ്ട്. സ്വന്തം ശക്തിയിൽ അഭിരമിച്ചിരുന്നവർ തങ്ങൾ തീർത്തും അശക്തരാണെന്ന് തിരിച്ചറിയുമ്പോൾ തങ്ങളുടെ ബലഹീനതയിൽ ബലവാനായ ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കുന്നത് നമ്മളിവിടെ കാണുന്നു. തിന്മയുടെ ശക്തികളെ ദൈവം പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമെന്നും അവർ വിശ്വസിക്കുന്നു. ഇനി അപ്പോക്കലിപ്റ്റിക് ഈ മനോഭാവത്തെക്കുറിച്ച്, ഇവരുടെ ചിന്താരീതികളെക്കുറിച്ച്, മനോഭാവത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.